കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ തകർച്ചയ്ക്കെതിരെ കേരള കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടന്ന ധർണ മോഹൻ ജോസഫ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നും ജനം മതിയായ ചികിത്സ കിട്ടാതെ ദുരിതത്തിലാണെന്നും മോഹൻ ജോസഫ് പറഞ്ഞു. പ്രഗത്ഭരായ ഡോക്ടർമാർ പോലും സിസ്റ്റത്തിന്റെ തകരാർ മൂലം നിസ്സഹായരാകുന്ന അവസ്ഥയിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആരോഗ്യ മേഖലയെ രക്ഷിക്കുന്നതിനും ആരോഗ്യ തകർച്ചയ്ക്കുമെതിരെ ജനമനസ് ഉണരേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിയാണ് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് പൊതുജനം വരുന്ന തെരഞ്ഞെടുപ്പിൽ ചികിത്സ നൽകുമെന്നും മോഹൻ ജോസഫ് എം.എൽ.എ. പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്കറിയാം, ഏറ്റവും നന്നായി ഡോക്ടർമാരുള്ള ഒരു ആശുപത്രിയാണ്. മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ അടക്കം എത്രയും പ്രഗത്ഭരായ ഡോക്ടർമാരാണ് നമുക്കിവിടെ ആശുപത്രിയിലുള്ളത്. കാലങ്ങളായിട്ടുള്ളതാണ്. എന്നാൽ ഇന്നത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയിൽ ഡോക്ടർമാർ പോലും നിസ്സഹായരായി തീരുകയാണ്. ഇവിടെ വരുന്ന രോഗികൾക്ക് കൃത്യമായി ചികിത്സ കൊടുക്കാനും അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ കൊടുക്കുവാനും ഇന്ന് കഴിയാത്ത ഒരു ദുരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല പോയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ വിശേഷിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായിരിക്കുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വെന്റിലേറ്റർ വലിച്ചാൽ ഇത് മൊത്തം തകർന്നു വരപ്പെടാവുന്ന അവസ്ഥയിലാണ്. ആരോഗ്യമന്ത്രി പറയുന്ന സിസ്റ്റം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? എന്ത് സിസ്റ്റമാണ്? വയറ്റിനകത്ത് കത്രിയിടുന്ന സിസ്റ്റമാണ് ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് നാടൊട്ടാകെ സർവ്വ മനുഷ്യരും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. വർഷങ്ങൾ കഴിഞ്ഞ് ഓരോ ഉപകരണങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വന്നവരെ പിന്നീട് ശസ്ത്രക്രിയ നടത്തി വയറ്റിൽ നിന്ന് എടുക്കേണ്ടി വരികയാണ്. കൈ ഭേദപ്പെടുത്താൻ വേണ്ടി ചെറിയ പരിക്ക് പറ്റി ചികിത്സയ്ക്ക് വന്ന കൊച്ചിൻ്റെ കൈ മുറിച്ചു മാറ്റിയിട്ട് പിന്നീട് കൈയില്ലാതെ കുട്ടി വീട്ടിൽ പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി. കേരള കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കളായ വഹൻകുമാർ മാഞ്ഞൂർ, ജോസ് മോൻ മുണ്ടയ്ക്കൽ, വിനു ചെങ്ങളം, ജെയിംസ് കുര്യൻ, അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ്, സന്തോഷ് കാവുകാട്ട്, കുര്യാക്കോസ് പടവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.